എൻ്റെ സഹോദരങ്ങളെ, ജ്ഞാനിയായ സോളമൻ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞിപ്രകാരം പറഞ്ഞു. സുഭാഷിത പുസ്തകം 26-ാം അധ്യായം 2-ാമത്തെ വചനമാണ്. പരിശുദ്ധ വചനം പറയുന്നു, പാറിപ്പറക്കുന്ന കുരുവിയും തെന്നിപ്പറക്കുന്ന മീവൽ പക്ഷിയും എങ്ങും തങ്ങാത്തതുപോലെ അകാരണമായ ശാപം എങ്ങും യേശുന്നില്ല. അകാരണമായ ശാപം എങ്ങും യേശുന്നില്ല. ചില ശാപഗ്രസ്തമായ സ്വാധീനങ്ങൾ നമ്മുടെ ജീവിതങ്ങളെ, കുടുംബങ്ങളെ, തലമുറകളെ സ്വാധീനിക്കുന്നുണ്ടെങ്കിൽ വ്യക്തമായി ദൈവത്തിൻ്റെ തിരുവചനം പഠിപ്പിക്കുന്നു, അതിൻ്റെ പുറകിൽ ചില ആത്മീയ കാരണങ്ങളുണ്ട്. അകാരണമായ ശാപം എങ്ങും യേശുന്നില്ല. ഒരു ശാപഗ്രസ്തമായ സ്വാധീനം നമ്മിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ നിശ്ചയമായും അതിൻ്റെ പുറകിൽ ചില കാരണങ്ങളുണ്ട്. ദൈവവചനത്തിന് വിരുദ്ധമായി സംഭവിച്ച ചില പാപത്തിൻ്റെ ദുരന്ത ഫലങ്ങളുടെ സ്വാധീനങ്ങൾ അവിടെ കിടപ്പുണ്ട്. എൻ്റെ സഹോദരങ്ങളെ, നമ്മൾ അനുഭവിക്കുന്ന ആത്മീയവും ഭൗതികവുമായ ഏത് പ്രതിസന്ധിക്കും ഒരു സ്പിരിച്വൽ റീസൺ ഉണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം, ഒരു ആത്മീയ കാരണമുണ്ട്. പുറപ്പാട് പുസ്തകം 3:10 ദൈവമായ കർത്താവ് മോശ പ്രവാചകനെ വിളിച്ചു പറയുന്നത്, തൻ്റെ ജനം വർഷങ്ങളായ അടിമത്തത്തിലാണ്. സന്തോഷമില്ല, ആനന്ദമില്ല, വിജയമില്ല, അവർക്ക് വേണ്ടതൊന്നും കൃത്യമായി ലഭിക്കുന്നില്ല. കഷ്ടതയിലും വേദനയിലും പ്രതിസന്ധിയിലും ദൈവജനമായിരിക്കുകയാണ്. ദൈവമായ കർത്താവ് പറഞ്ഞു, മോശേ, എൻ്റെ ജനത്തിൻ്റെ ദുരിതത്തിന് യഥാർത്ഥ കാരണം ഈജിപ്ത് ദേശമല്ല. ആ യഥാർത്ഥ റൂട്ട് കോസിലേക്ക്, ആ മൂല കാരണത്തിലേക്ക് ദൈവം തന്നെ പ്രവാചകനായ മോശയെ വിടുകയാണ്. ദൈവം എങ്ങോട്ട് അയച്ചത്? ഞാൻ നിന്നെ ഫറവയുടെ അടുക്കിലേക്ക് അയക്കാം. നീ എൻ്റെ ജനമായ ഇസ്രായേൽ മക്കളെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരണം. കർത്താവ് മോശയ്ക്ക് കൊടുത്ത പ്രൊഫറ്റിക് മിഷൻ, പ്രവാചക ദൗത്യം അതാണ്. ഞാൻ നിന്നെ ഫറവയുടെ അടുക്കിലേക്ക് അയക്കാം. അപ്പോൾ ദൈവജനം അനുഭവിക്കുന്ന കഷ്ടതകൾക്കും ദുരിതങ്ങൾക്കും തകർച്ചകൾക്കുമുള്ള കാരണം ഈജിപ്ത് ദേശത്തേക്കാൾ ഉപരി ആ ഫറവയാണ്. ആ റൂട്ട് കോസിലേക്ക്, യഥാർത്ഥ മൂല കാരണത്തിലേക്ക് തൻ്റെ പ്രവാചകനെ കർത്താവ് അയക്കുകയാണ്. എൻ്റെ സഹോദരങ്ങൾ, ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന, തുടർച്ചയായി നമ്മൾ നേരിടുന്ന പല പ്രതിസന്ധികൾക്കും പരാജയങ്ങൾക്കും തകർച്ചകൾക്കും അസ്വസ്ഥതകൾക്കും ഇതുപോലെ ചില റൂട്ട് കോസുകളുണ്ട്, മൂല കാരണങ്ങളുണ്ട്. അതെന്താണെന്ന് ചിന്തിച്ച് നമ്മളിങ്ങനെ അസ്വസ്ഥപ്പെട്ട് ഭാരപ്പെട്ട് ഭയചകിതരാകേണ്ട ആവശ്യമില്ല. നമ്മളിത് എന്തോരം അന്വേഷിച്ചാൽ നമുക്ക് പലപ്പോഴും ഇത് മനസ്സിലാകണമെന്നില്ല. അതുകൊണ്ട് നമ്മളിങ്ങനെ ചകഞ്ഞ് പോയി സമയം കളയരുത്. നമ്മൾ ചെയ്യേണ്ടത് എന്ത് തന്നെയാണെങ്കിലും അത് പരിഹരിക്കുവാൻ കർത്താവിന് കഴിയും. കർത്താവിന് പരിഹരിക്കാൻ കഴിയാത്ത ഒരു പ്രതിസന്ധിയുമില്ല. ഈശോയുടെ കുരിശിലെ ബലിയോട് ചേർത്ത് വെച്ച് നമ്മൾ അനുദിനം അർപ്പിക്കുന്ന പരിശുദ്ധ കുർബാനകളിൽ ഈ നിയോഗങ്ങൾ വെച്ച് പ്രാർത്ഥിച്ച് നമ്മൾ അനുതാപ ഹൃദയത്തോടെ പ്രസാദപര നിറവിൽ നമ്മൾ ഈ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ കൃപയും അഭിഷേകവും ഈ വിഷയത്തിന്മേൽ ശക്തിയോടെ വ്യാപരിക്കും. സംശയിക്കേണ്ട പ്രിയപ്പെട്ടവരെ, അത്ഭുത ഡെലിവറൻസുകൾ ഉണ്ടാകും, ഹീലിംഗ് ഉണ്ടാകും, വിമോചനത്തിൻ്റെ അനുഭവങ്ങൾ നമുക്കുണ്ടാകും.